നമസ്കാരം. ഇന്ന് സംഭവിച്ച പ്രധാനപ്പെട്ട 10 വാർത്തകളിലേക്ക് ടുഡേസ് ഹൈലൈറ്റ്സ് ആരംഭിക്കാം. സ്വാഗതം. പെരിഞ്ഞനത്ത് ഹോട്ടലിൽ നിന്ന് കുഴിമന്തി കഴിച്ചതിനെ തുടർന്ന് ഭക്ഷ്യവിഷബാധയേറ്റവരുടെ എണ്ണം 85ആയി. പനിയും വയറിളക്കവും ഛർദിയും മറ്റ് അസ്വസ്ഥതകളുമായി കുട്ടികളടക്കമുള്ളവരാണ് വിവിധ ആശുപത്രികളിൽ ചികിത്സ തേടിയത്. പുത്തൻചിറയിൽ യുവാവിനെ കിണറ്റിൽ വീണു മരിച്ച നിലയിൽ കണ്ടെത്തി. കുന്നത്തേരി പൂതോളിപ്പറമ്പിൽ കുട്ടൻ മകൻ 24 വയസ്സുള്ള അമലാണ് മരിച്ചത്. ഇന്നലെ വൈകിട്ട് മുതലാണ് അമലിനെ കാണാതായത്. സംസ്കാരം നാളെ രാവിലെ. പാലപ്പള്ളി മേഖലയിൽ പുലിയിറങ്ങി ഭീതി പരത്തിയതോടെ തോട്ടങ്ങളിൽ അലഞ്ഞു നടക്കുന്ന പശുക്കൾ കൂട്ടത്തോടെ ഇഞ്ചക്കുണ്ട് പ്രദേശത്ത് ചേക്കേറിയത് കർഷകർക്ക് ദുരിതമാകുന്നു. 50-ലേറെ പശുക്കളാണ് ജനവാസ മേഖലയിലെത്തിയത്. തൃശൂർ ജില്ലാ ആശുപത്രിയിൽ മോഷ്ടാവിന്റെ വിളയാട്ടം. ICUവിൽ കിടക്കുന്ന അമ്മയ്ക്ക് കാവലിരുന്ന മകന്റെ 16,500 രൂപ വിലയുള്ള മൊബൈൽ അടിച്ചു മാറ്റി. സാംസങ് മൊബൈലാണ് നഷ്ടപ്പെട്ടത്. മോഷ്ടാവിന്റെ CCTV ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചു. തവിട് ചീഞ്ഞടിഞ്ഞ് റെയിൽവേ പരിസരത്ത് ദുർഗന്ധം വമിക്കുന്നു. ചാലക്കുടി റെയിൽവേ സ്റ്റേഷൻ പരിസരത്താണ് രൂക്ഷമായ ദുർഗന്ധം യാത്രക്കാർക്കും പ്രദേശവാസികൾക്കും ബുദ്ധിമുട്ടാകുന്നത്. മഴ പെയ്തതോടെ ചീഞ്ഞഴിഞ്ഞതാണ് ദുർഗന്ധത്തിന് കാരണമാകുന്നത്. കസാക്കിസ്ഥാനിൽ നടക്കുന്ന ബയോളജി ഒളിമ്പ്യാഡിൽ ഇന്ത്യയെ പ്രതിനിധീകരിച്ച് പങ്കെടുക്കാൻ എഴവനക്കാട് സ്വദേശിയും +2 വിദ്യാർത്ഥിയുമായ ജയറാം അർഹത നേടി. ഇന്ത്യയിൽ നിന്ന് ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ അർഹത നേടിയ 4 പേരിൽ ഒരാളാണ് ജയറാം. കൊടുങ്ങല്ലൂർ ഗ്രീൻ ഫ്ലെയിം ഇന്ത്യൻ ഗ്യാസ് ഏജൻസി ഉടമയുടെ നടപടിയിൽ പ്രതിഷേധിച്ച് തൃശൂർ ജില്ലാ ഗ്യാസ് ആൻഡ് പെട്രോളിയം വർക്കേഴ്സ് യൂണിയൻ CITUവിന്റെ നേതൃത്വത്തിൽ മാർച്ചും ധർണയും നടത്തി. ഉടമയുടെ വസതിയിലേക്ക് നടന്ന മാർച്ച് LK അക്ബർ MLA ഉദ്ഘാടനം ചെയ്തു. കരുണം കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ അന്താരാഷ്ട്ര ആർത്തവ ശുചിത്വ ദിനത്തോടനുബന്ധിച്ച് ഒല്ലുകര സേവാ ഗ്രാമത്തിൽ വെച്ച് ഇതൾ എന്ന പേരിൽ ശുചിത്വ ബോധവൽക്കരണ ക്യാമ്പും സൗജന്യ മെൻസ്ട്രൽ കപ്പ് വിതരണവും നടത്തി. പ്രമുഖ ഗൈനക്കോളജിസ്റ്റ് ഡോക്ടർ നിജി ജസ്റ്റിൻ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. ചാലക്കുടി ടൗൺ NSS കരയോഗത്തിന്റെ ഗോൾഡൻ ജൂബിലി ആഘോഷത്തിന്റെ ഭാഗമായി അപ്പോളോ അഡ്ലക്സ് ആശുപത്രിയുടെ സഹകരണത്തോടെ സൗജന്യ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. നഗരസഭാ വൈസ് ചെയർപേഴ്സൺ ആലിസ് ഷിബു ഉദ്ഘാടനം ചെയ്തു. SNDP യോഗം കൊടുങ്ങല്ലൂർ യൂണിയൻ പുതിയ പ്രവർത്തനങ്ങൾക്കായി ശാഖകളെ മേഖലകളായി തിരിച്ചു നടത്തുന്ന നേതൃസംഗമത്തിന്റെ ഭാഗമായി വടക്കൻ മേഖലാ ശാഖതല നേതൃസംഗമം നടന്നു. മേഖലാ നേതൃസംഗമം യോഗം കൗൺസിലറും യൂണിയൻ കൺവീനറുമായ TK പ്രസിഡന്റ് ഉദ്ഘാടനം ചെയ്തു. ഹൈലൈറ്റ്സ് വാർത്തകളുടെ വിശദമായ റിപ്പോർട്ട് അടുത്ത ന്യൂസ് റൗണ്ടപ്പിൽ കാണാം. ടുഡേസ് ഹൈലൈറ്റ്സ് ഇവിടെ സമാപിക്കുന്നു. നമസ്കാരം.